കാസ്റ്റിൻ്റെ എല്ലാം നല്ല തന്നെയായിരുന്നു. എല്ലാവർക്കും അത് കണക്ട് ആയി ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എങ്ങനെയുള്ളൊരു ടൈപ്പ് പടമാണത്? നമ്മള് ട്രെയിലർ കാണുന്ന പോലല്ല, ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കി പറഞ്ഞു. പഴയ കാലത്തെ കഥ പറയാം, പീരിയഡ് മൂവി പോലെ. ഇല്ല, അങ്ങനെയില്ല, വന്ന് കണ്ടു നോക്കി. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ട്വിസ്റ്റെല്ലാം പോയി. വിക്രമും പാർവതിയും എല്ലാ ക്രൂവും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കാസ്റ്റിംഗ് എല്ലാം പക്ക കാസ്റ്റിംഗ് തന്നെ. ആരും അങ്ങനെ ഓവറായിട്ടില്ല, എല്ലാവരും നല്ല ഇതായിട്ട് തന്നെ ഉണ്ട്. ഇതിൽ അടിപൊളിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷനാണ് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്. ഇത്രയും ഒരു വെറൈറ്റി ഗെറ്റും അങ്ങനെയല്ല, ഒരു മിത്താണ് ഇത് കാണിക്കുന്നത്. ക്ലാസ് മൂവിയാണ്, നല്ല രസമാണ്. ലാസ്റ്റ് ചെറുതായിട്ട് അതിന് റിലേറ്റഡ് ആണ്. ഒരു ഗോൾഡ് മൈനിങ്ങിന്റെ സംഭവമൊക്കെ തന്നെയാണ്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. രക്ഷയില്ല. പാർവതി സൂപ്പറാണ്. പാർവതി ഒന്നും പറയാൻ, പാർവതി സൂപ്പറാണ്. വിക്രത്തെക്കാളും മേലെ നിന്നിട്ടുണ്ട് പാർവതി. മ്യൂസിക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് സിനിമ. ഒരു ചെറിയ രീതിയിലൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്. നമ്മുടെ ഒരു ബ്രിട്ടീഷുകാരുടെയും ഇതിന്റെ സ്ലേവറിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മെന്റൽ ടോർച്ചർ ആയിരുന്നു. ഭയങ്കര ഒരു മോശമല്ല പറയുന്നത്, പക്ഷെ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ട്. ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര പ്രഷറാണ്. ആക്ടിങ് വൈസ് രണ്ടുപേരുടെ വിക്രം പാർവതി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിക്രത്തിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും നല്ല സൂപ്പറായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്രയും ആ ഒരു എക്സ്പെക്ടേഷൻ എത്തിയിട്ടില്ല. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്മാച്ച് എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇന്നു വേണ്ട, നല്ല പടമാണ്. ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു ഗോൾഡിനെ പറ്റിയുള്ള ഒരു കഥയാണ്. ഒരു കൊള്ളാം, നല്ല ചരിത്രം എന്ന് പറഞ്ഞാൽ ഗോൾഡിനെ പറ്റിയാണ്. നമ്മുടെ KGF ഗോൾഡിനെ കാണിക്കാൻ പോലെയാണ്.